ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അനന്തപുരയിലെത്തി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചത്. ഇതോടെ തിരുവനന്തപുരം നഗരം യാഗശാലയായി മാറി. കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യ രാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാണ് പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നത്. അതിനു മുന്നോടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹ ചടങ്ങുകളും നടന്നു. ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി അനീഷ് നമ്പൂതിരി ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറി. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശമുള്ള പണ്ടാര അടുപ്പിലും തീ പകർന്നു. ഇതോടെ ഭക്തർക്ക് തീ കത്തിക്കാനുള്ള അറിയിപ്പായി ചെണ്ടമേളവും കതിരാവെടിയും വായ്ക്കുരവയും മുഴങ്ങി. ക്ഷേത്ര പരിസരത്തും തിരുവനന്തപുരം നഗരത്തിന്റെ പരിസരങ്ങളിലുമായി ഒരുക്കിയ ലക്ഷക്കണക്കിന് അടുപ്പുകളിലും അഗ്നി പകർന്നതോടെ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറി. ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യവും ദീപാരാധനയും നടന്നു. ക്ഷേത്രത്തിൽ നിന്നും നിയോഗിച്ച 350ഓളം പൂജാരിമാർ പൊങ്കാല നിവേദ്യത്തിൽ തീർത്ഥം തളിച്ചതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. പൂരം നാളും പൗർണമിയും ഒരുമിച്ച പൊങ്കാല ദിനത്തിൽ ആറ്റുകാൽ ഭഗവതിയെ തൊഴാനും ദർശനത്തിനുമായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ക്ഷേത്രത്തിലെത്തിയത്. മുൻവർഷങ്ങളിലേതിനേക്കാൾ കൂടുതൽ പേർ ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ ഈ ശബരിമല ഇത്തവണയും ചരിത്രം തീർത്തു. ആറ്റുകാൽ പൊങ്കാല ഇത്തവണയും ചരിത്രമായി. ക്യാമറ പേഴ്സൺ ബിനിൽ നെടുമങ്ങാടിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.